ചൂട് കനത്തതോടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് വനംവകുപ്പിന്റെ RRT അംഗങ്ങളും പാമ്പ് പിടുത്തക്കാരും. വീടുകളിലോ പരിസരത്തോ പാമ്പ് എന്ന സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ ഇവർക്ക് വിളിവരും. 2-3 ഫോൺ വിളികൾ വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പ്രതിദിനം 20-ൽ അധികം കോളുകളാണ് എത്തുന്നത് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. സംസ്ഥാനത്ത് മുമ്പ് ഒന്നുമില്ലാത്ത വിധം ചൂട് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉരക ജീവികൾ, പ്രത്യേകിച്ചും പാമ്പുകൾ മാളം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, മനുഷ്യരെ കടിക്കുന്നു, ആക്രമിക്കുന്നു, കടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒപ്പം വലിയ തോതിൽ നേരത്തേക്കാൾ കോളുകളും വരുന്നു. നമുക്കൊപ്പം ഹിജിത്താണ് ഉള്ളത്. വനംവകുപ്പിന്റെ പാമ്പ് പിടിക്കുന്ന RRT സംഘത്തിൽപ്പെട്ട ആളാണ്. അവർക്ക് ഒരു ദിവസം തന്നെ 10-ലധികം കോളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ വലിയ തോതിൽ പാമ്പുകൾ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം, ആളുകളൊക്കെ ഒരു പാനിക്കായി മാറുന്ന ഒരു സാഹചര്യമുണ്ടല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരിക്കാനേ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പാമ്പുകൾ കൂടുതലാണെന്നാണ് പൊതുവെ പറയാറ്. നമ്മളെ ഉള്ളിലോട്ടുള്ള ഏരിയകളിലും കൂടുതലുമായിട്ടും സിറ്റീൻ്റെ നടുവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൂർക്കൻ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിക്കെട്ടൻ കടിച്ചിട്ടാണ് മരണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ആൾക്കാരിൽ ഒരു ഭീതി പടർത്തിയത്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഓൾറെഡി ഉള്ള പാമ്പുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളൂ. കൂടുതലായിട്ടെന്ന് പറയാനില്ല, പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് കൂടുതൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൻ്റെ പൈപ്പിൻ്റെ അടുത്തേക്കും വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്കും പാമ്പുകൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്നുണ്ട്. ഈ കോളുകളും ഈ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റിടങ്ങളിലൊക്കെ നിങ്ങളുടെ നമ്പറുകൾ ഇങ്ങനെ വൻ ഇതിൽ ഷെയർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ചെറിയൊരു പാമ്പിന്റെ ഒരു അനക്കം കണ്ടാൽ അല്ലെങ്കിൽ പാമ്പാണെന്ന് തോന്നിയാൽ പോലും ആളുകൾ വിളിക്കുന്ന സാഹചര്യമുണ്ടല്ലേ? ഉണ്ട്. ഇന്ന് തന്നെ ഒന്ന് ക്ലോസറ്റിന്റെ ഉള്ളിലും ഒന്ന് മതിലിന്റെ ഉള്ളിലും രണ്ടും അവർ പറഞ്ഞത് പാമ്പാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. നോക്കുമ്പോൾ ഉടുമ്പിന്റെ കുട്ടിയാണ്. അപ്പോൾ തന്നെ ഞാൻ എന്തേ ഒരു ചെറിയ സാധനം കാണുമ്പോഴേക്കും ആൾക്കാർക്ക് അത്രയും പാനിക്കായി തുടങ്ങിയത്. എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ളതിൽ കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്നുള്ളൊരു ഭയമാണ്. ഇന്നിപ്പോ നമ്മളിപ്പോ പഠിച്ചെടുത്ത് വന്നപ്പം ചേരയായിരുന്നു. ചേരേനെ പൊതുവെ പിടിച്ച് കൊണ്ടുപോകാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക, ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമുള്ള ഒരു ജീവിയാണ് ചേര. ഏറ്റവും കൂടുതൽ കാലം നമ്മളെ ചുറ്റുപാടുമുള്ള എലികളെയും തവളകളെയും ഭക്ഷണമാക്കുന്നത് ചേരയാണ്. ആ ചേരയെ നമ്മൾ നാട് കടത്തുകയോ അതോ നേരത്ത് തല്ലിക്കൊല്ലുകയോ ചെയ്യുമ്പോൾ ഈ തവളേന്റെയും എലിന്റെയും എണ്ണം കൂടുതലായിട്ട് വരും. അപ്പോൾ അടുത്തത് വിഷപ്പാമ്പായിരിക്കും ഇതിനെ പിടിക്കാൻ വേണ്ടി വരിക. അതുകൊണ്ട് ചേരേനെ അതാത് സ്ഥലങ്ങളിൽ നിലനിർത്തണം. വീട്ടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്തേക്ക് ഒഴിവാക്കുക. ഈ നേരത്തെയൊക്കെ ഈ ചേരയെ കണ്ടാൽ ആളുകൾ വിളിക്കത്തൊന്നുമില്ലായിരുന്നു, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നല്ലേ? ഇപ്പം അതും ഒരു ഭയത്തിലേക്ക് മാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരയാണോ മൂർഖനാണോ എന്നുള്ളത് കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയില്ല. ഇന്നലെ തന്നെ ഒരു വീടിന്റെ കോമ്പൗണ്ടിനകത്ത് മുണ്ടിക്കത്താഴം ഭാഗത്ത് വീടിന്റെ സൈഡിൽ കൂടെ വന്ന ചേരയാണ്. പക്ഷെ അവര് ചാക്കുണ്ടായിരുന്ന സൈഡിൽ നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ കെട്ടിവെച്ചു. അപ്പൊ അവർക്ക് ഇതെന്താ പാമ്പ് എന്നറിയില്ല, പാമ്പാണ്. പോയി നോക്കുമ്പോൾ ചേരയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ തുറന്നു വിട്ടാളിതാണ്. അങ്ങനെ ഒരു പാനിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പൊ ഉണ്ട്. എത്ര കോള് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര എടുത്ത് ഇപ്പൊ രാവിലെ വരുമ്പോൾ മുതൽ ഈ ഓട്ടമായിരിക്കും അല്ലേ? അതെ, ഓട്ടം നിൽക്കുന്നില്ല. അതിങ്ങനെ കുറെ ഇടവേളകളില്ലാണ്ട് കോളുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആളുകൾ അനാവശ്യ പാനിക്കാണോ അതോ ആളുകൾക്കൊരു വല്ലാത്തൊരു ഭയം കയറിയിട്ടുണ്ടാവും അല്ലെ? ഈ മരണങ്ങൾ സൃഷ്ടിച്ച ആശങ്കയായിരിക്കും അല്ലേ? ആവാനാണ് സാധ്യത. ഇന്ന് തന്നെ ഒരു കാര്യം ഉണ്ടായി. മാറാട് ഭാഗത്ത് പാമ്പിന്റെ ഒരു വാലൊരു കരിങ്കലിന്റെ കെട്ടിന്റെ ഉള്ളിലിട്ട് എവിടെയോ കണ്ടതാണ്. അവരത് കെട്ടുപൊളിച്ചു, അതിന്റെ ഫോട്ടോ എടുത്തു. നമുക്ക് അയച്ചു തരുമ്പോഴാണ് അറിയുന്നത് അത് വിഷമില്ലാത്ത മണ്ണൂലിയാണ്. അതിന്റെ തീരെ ഉപദ്രവിക്കാത്തൊരു പാമ്പാണ്, വിഷമില്ലാത്തതാണ്. പക്ഷെ ആളുകാർ പാമ്പിനെ കാണുമ്പോഴേക്കും കെട്ടുപൊളിക്കാനും പാമ്പിനെ പിടിക്കാനും പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളതും ആയിട്ടുള്ള അത്രയും പാനിക് ആയിട്ടുണ്ട്. മരണം സംഭവിച്ചുകൊണ്ടാണ് അത്രയും പാനിക് ആവുന്നതെന്നാണ് തോന്നുന്നത്. എന്താണ് ചെയ്യേണ്ടത് ശരിക്കും? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ടൊക്കെ വെച്ച പോലെ അവഗണിച്ചങ്ങ് വിട്ടാൽ തന്നെ കുറെ അഴിഞ്ഞൊക്കെ പൊക്കോളുമായിരിക്കും ആളുകളുടെ സാന്നിധ്യം നമുക്ക് കാണുമ്പോൾ. എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും? അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ കേരളത്തിൽ കാണുന്നതിൽ 120 തരം പാമ്പുകൾക്കാണ് മൊത്തം ഉള്ളത്. അതിൽ 116 പാമ്പ് 120 പാമ്പുകളുള്ളതിൽ 20 പാമ്പുകൾക്കാണ് ആകെ വിഷമുള്ളത്. അതിൽ ബിഗ് 4 എന്ന് പറയുന്ന 4 എണ്ണത്തിനാണ് മനുഷ്യനെ കടിച്ചു കൊല്ലാനുള്ള വിഷമുള്ളത്. അണലി, മൂർക്കൻ, വെള്ളിക്കെട്ടൻ, സോസ്കിൽഡ് വൈപ്പർ, ശൽക്കവാൽ അണലി എന്ന് പറയും. ഇത് 4 എണ്ണമാണ് മനുഷ്യന്റെ ജീവൻ കാര്യമായിട്ട് അപഹരിക്കുന്ന പാമ്പുള്ളത്. രാജവെമ്പാല ഉണ്ട് ഇതിൽ, പക്ഷെ രാജവെമ്പാല
പൊതുവെ കടി റിപ്പോർട്ട് എവിടെയും ചെയ്യാറില്ല. പക്ഷെ കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻറ്റിവെനം പോലും നമ്മളിവിടെ ഹോസ്പിറ്റലൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിക്കെട്ടൻ. ഇപ്പോൾ ആ കുട്ടി മരിച്ച പാമ്പന്നെ സൈലന്റ് കില്ലർ എന്ന് പറയും. കടിച്ചാൽ അറിയില്ല. നമ്മളിപ്പോൾ രാത്രി ഇപ്പോൾ 11 മണി 12 മണിക്കാണ് അവരെ ഒരു വിഹാര ടൈം. ആ ഒരു ടൈമിന് ഇതേമാതിരത്തെ പുല്ലുകൂടിയൊക്കെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ കാലിൻ്റെ ബാക്ക് കടിച്ചു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് ചോര പൊടിയുന്ന പോലും കാണില്ല. അത്രയും ചെറിയ പല്ലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പോയിട്ട് കിടന്നുറങ്ങും. രാത്രിയാകുമ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടി എണീക്കുക, ശക്തമായിട്ടുള്ള വയറുവേദന, കണ്ണു മറയാൻ തുടങ്ങുക, തലവേദന, ഇതൊക്കെ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാലുള്ള സിംറ്റംസാണ്. സാധാരണ രാത്രി 11-12 മണിക്ക് ഇതേമാതിരത്തെ സിംറ്റംസ് പാമ്പിനെ കണ്ടിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കടി കിട്ടിയ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ വിചാരിക്കും ഫുഡിൻ്റെ എന്തോ ഇതാണ് വയറുവേദന. ഛർദ്ദിയാണെന്നുണ്ടെങ്കിലും വിചാരിക്കുക ഫുഡിൽ എന്തോ പറ്റിയതാണെന്ന്. പക്ഷെ പാമ്പ് കടിച്ചതാണെന്നുള്ളത് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളിക്കെട്ടൻ കടിച്ചാലും മരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത്. ഈ മൂർഖനും ഒരുപാടുണ്ടല്ലോ ഈ സിറ്റിയിൽ. മൂർഖന്റെ അതെന്താണ് ഈ മൂർഖന്റെ എണ്ണം ഈ കോഴിക്കോട് സിറ്റിയിൽ സാധാരണ നഗര ഹൃദയങ്ങളിലൊക്കെ ഈ പാമ്പുകളുടെ എണ്ണം കുറവാണ് വരേണ്ടത്. കോഴിക്കോട് സിറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പാമ്പുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് പണ്ട് കാലങ്ങളിൽ ഈ മിന്നൽ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ മുട്ട കുറേ നശിച്ചു പോവുമായിരുന്നു. ഇപ്പം ആ ഒരു ടൈമിന് ഇവരെ മുട്ടയൊന്നുമില്ല. അതല്ലാത്ത ടൈമിനാണ് മുട്ട വിരിയുന്നത് പോലും. ഇപ്പം ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ്, സെക്കൻഡ് വീക്കാണ് മൂർഖൻ്റെ മുട്ട വിരിഞ്ഞു തുടങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിലാണ് വിരിഞ്ഞു തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ജൂൺ ജൂലൈ ആ ഒരു മാസങ്ങളിലായിരുന്നു വിരിഞ്ഞു തുടങ്ങി. ഇതിങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് പോരുന്നത്. അപ്പോൾ ഒരു മുട്ട പോലും നശിച്ചു പോകണില്ല. ഒരു 4 അടി നീളമുള്ള മൂർഖനാണെന്നുണ്ടെങ്കിൽ ഒരു 18-23 മുട്ട ഉണ്ടാവും. അതേ സാധനം ഒരു 6 അടി നീളമുള്ള മൂർഖനാണെന്നുണ്ടെങ്കിൽ 47-53 മുട്ട ഉണ്ടാവും. അപ്പോൾ ഒരു മുട്ട പോലും നശിക്കാണ്ട് പൂർണ്ണമായിട്ടും വിരിയുന്നതുകൊണ്ടാണ് പാമ്പുകളുടെ എണ്ണം കൂടാനുള്ളതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളുടെ ഒരു ജാഗ്രത വേണം അല്ലെ. ഈ രാത്രിയിൽ നടക്കുമ്പോഴും ഈ ബൈക്കൊക്കെ പുറത്തൊക്കെ വെക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെ. ഇപ്പൊ രാവിലെ ഒരു കുട്ടിയെ ഒന്ന് പാമ്പ് കുത്താൻ ഓടിക്കുന്ന കണ്ടു. അതെ, ഒന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് ഈ പല്ലി, ചെറിയ ചെറിയ ജീവികളെ പിടിക്കാനൊക്കെ പാമ്പുകൾ മൂർഖന്റെ കുട്ടിയായാലും നമ്മൾ സ്കൂട്ടി മാരത്തെ ബൈക്കിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കയറാറ്. കഴിഞ്ഞ വർഷം തന്നെ ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട്. ഡെലിവറി ബോയ് ആയിട്ടുള്ള മറ്റേ ഇതിന്റെ സൊമാറ്റോന്റെ ഏറ്റവും രാത്രി ഒരു 11-12 മണിയാകുമ്പം ആ മിററിന്റെ ഹോൾ കൂടെ മൂർഖന്റെ തലേൻ്റെ പുറത്ത് വരുന്നു. രാത്രി പോയി അത് അഴിച്ചിട്ടാണ് അതിനെ പിടിക്കുന്നത്. നമ്മൾ വണ്ടി നിർത്തുന്നിടത്ത് നമുക്കറിയില്ല, നമ്മൾ നിർത്തി പോകുന്നു. പാമ്പ് ചിലപ്പം ഇഴഞ്ഞു പോകുമ്പോൾ വേറൊരാളെ കണ്ടിട്ടൊക്കെ ആയിരിക്കും വണ്ടീൻ്റെ ഉള്ളിൽ കയറുന്നത്. പക്ഷെ ഇത് കയറുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മളെ വീടായാലും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വേണ്ടാത്ത ചപ്പുചവറുകൾ, വേസ്റ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എലി അവിടെ വന്ന് നിൽക്കുന്നത് കുറയും. എലീൻ്റെ മാളങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടച്ചു കൊടുക്കുക. പിന്നെ വീടിൻ്റെ ജനലിനോട് ചേർന്നിട്ട് കമ്പി, അയൽ കെട്ടുക, അങ്ങനത്തെ ഇതൊക്കെ മാറ്റി വെക്കുക. വീടിൻ്റെ ഉള്ളും ഇതേമാതിരി തന്നെ വൃത്തിയായി കഴിഞ്ഞാൽ എലികളെ ശല്യം ഒരു പരിധി വരെ തടയാൻ കഴിയും. എലികളെ ശല്യം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാമ്പ് വരുന്നതും കുറയും. ഈ സാധാരണഗതിയിൽ എത്ര കോളുകളാണ് ഈ ഒരു വലിയ ആശങ്ക വരുന്നതിന് മുമ്പ് വന്നിരുന്നത്? ഇപ്പം ഒരു ദിവസം എത്ര വിളി വരുന്നുണ്ട്? എത്ര ഇടങ്ങളിൽ പോകേണ്ടത്? ഒരു ദിവസം ചിലപ്പം 10-15 കോളുകളൊക്കെ വരുന്നുണ്ട്. ഒന്ന് ചൂട് കൂടിയോണ്ട് മാത്രമല്ല, പിന്നെ ഇരകളെ പിടിക്കാനായിട്ട് പോകുന്നതായാലും വീടുകളുടെ ഉള്ളിലെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി, തവള, ഈ 2 സാധനത്തിനെ ഫോളോ ചെയ്തിട്ടാണ് വീടിന്റെ ഉള്ളിലെത്താറ് പാമ്പ്. ചിലപ്പം നമ്മൾ വീടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും, എലി കയറി പോകുമ്പോൾ പാമ്പും കയറി വരുന്നുണ്ടാവും. പക്ഷെ ഇത് കാണില്ല. കാണുന്ന നമ്മൾ വേറെ എന്തെങ്കിലും സാധനം എടുക്കാൻ പോകുമ്പോഴായിരിക്കും പാമ്പ് ഊതുന്നതൊക്കെ അറിയുള്ളൂ. എന്തായാലും പിടിപ്പത് പണിയാണ് ഈ RRT സംഘങ്ങൾക്കും ഒപ്പം പലയിടങ്ങളിലായുള്ള പാമ്പ് പിടുത്തക്കാർക്കും അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ചവരടക്കമുള്ളവർക്കുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവർ ഇറങ്ങിയാൽ രാത്രി വൈകും വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. വലിയ ജാഗ്രത ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പാമ്പ് കയറാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം ഇരുചക്ര വാഹനങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ ഒരു കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ പാമ്പ് പിടുത്തക്കാർ, അതോടൊപ്പം തന്നെ RRT സംഘത്തിലെ ഉദ്യോഗസ്ഥർ, അവരൊക്കെ വലിയ തിരക്കിൽ ആണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.